ഈ പൈസ ഒന്നും വേണ്ട. ഞാൻ നിന്റെ ആ സൂത്ര കയ്യിലിരിക്കട്ടെ. നീ എന്റെ അവിടുന്ന് കാര്യം. അമ്മാവനെ ഈ തറവാടിന്റെ അടിത്തറ ആരാന്നറിയോ? ഇല്ല. അറിയണം, അമ്മാവനാണ്. അങ്ങനെയുള്ള അമ്മാവൻ എന്റെ കുടുംബകാര്യത്തിൽ ഇടപെടുന്നതിന് എനിക്കൊരു വിഷമമില്ല. അതെയോ? അല്ല, നീ ഇത്തിരി വിഷമിച്ചോ, ഞാൻ ഇടപെടുന്നില്ല. എന്താ ഓരോരോ സൂത്രമായിട്ട് ഇങ്ങോട്ട് വന്നടാ പുണ്യ. നീ സൂത്രം നല്ലത്. ഇപ്പൊ ഈ വീടിന്റെ അടിത്തറപ്പ ഞാൻ നിന്റെ പെരുമാറ്റൊക്കെ ഇടയ്ക്ക് കാണുമ്പോ ഞാൻ വെറും തറയായിട്ടാണല്ലോ എനിക്ക് തോന്നണേ. അതൊക്കെ അമ്മാവന് തോന്നുക. അത് ഞാൻ കടന്ന കാശ് തിരിച്ച് ചോദിക്കുമ്പോഴല്ലേ. അത് ശരി. അപ്പൊ നിങ്ങൾക്ക് പറ്റാത്ത സമയത്തൊക്കെ ഞാൻ വെറും തറ, അതെ, അല്ലെങ്കിൽ അടിത്തറ. കാശ് കടം മേടിച്ചാൽ തരണം. എല്ലാരും തരാറുണ്ട്. അമ്മാവൻ തരാത്തോണ്ടോ എനിക്ക് അങ്ങനെയൊക്കെ പെരുമാറേണ്ടി വരുന്നത്. ഞാൻ ഇപ്പൊ നിന്റെ കാര്യത്തിന് ഇടപെട്ടതിന് കാശ് ഇങ്ങോട്ട് തരണം. ഇതുവരെ ഇടപെട്ട കാര്യം അപ്പൊ ഞാൻ ചോദിച്ചില്ല അമ്മാവന്. വേണ്ട 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 വേണ്ട, നീ അടുത്ത പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടല്ലേ. നീ അങ്ങോട്ട് ചെല്ലട ചെക്ക. ഞാൻ ചെന്നിട്ട് അവള് വാല് ഉറപ്പില്ല അമ്മവാ. അമ്മാവനൊന്നും പറയാവുള്ളടുത്ത് അവള് ഭയങ്കര വാശിയില്ല. എന്തൊരു നാണം കെട്ട വർത്താനം ഈ പറയണ പുണ്യ. നീ വേറെ ആരോടും പറയണ്ട, നമ്മള് മാത്രം അറിഞ്ഞാൽ മതി. എനിക്കത് മോനൊന്ന് കാണണേ. അതിനവള് സമ്മതിക്കില്ല. പറഞ്ഞ എന്താ അമ്മാവൊന്നു വാ. ഞാൻ നിങ്ങളുടെ കാര്യത്തിന് ഇടപെട്ട് നശിച്ചു. അങ്ങനെ പറയല്ല അമ്മാവാ. അമ്മാവൻ കല്യാണം കഴിച്ചില്ല, അമ്മാവന് കുട്ടികളും ഇല്ല. അപ്പൊ പിന്നെ എന്നൊരു മോനെ പോലെ കണ്ട് എനിക്ക് ഇത്തിരി വാത്സല്യൊക്കെ തന്നൂടെ? പുണ്യേ, അമ്മാവ അങ്ങനൊക്കെ തന്നെയല്ലേ നിങ്ങളെ കാണുന്നത്. പിന്നെ എല്ലാ കാലത്തും നിങ്ങളുടെ ഓരോ കാര്യത്തിന് സഹായിക്കാൻ ഞാൻ ഉണ്ടാവൂടാ. ഞാൻ ഒരു ദിവസം മരിച്ചു പോവില്ല. അപ്പൊ എന്താ ചെയ്യാ നിങ്ങള്? അമ്മാവൻ മരിച്ചു പോയാൽ പിന്നെ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാനവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്? അങ്ങനെയല്ല, ഈ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് അമ്മാവൻ മരിക്കുള്ളൂ. അപ്പൊ നരകിച്ച് ചാവണം ഞാൻ അല്ലേ? അമ്മാവൻ ഇതിന് പരിഹാരം ഉണ്ടായതാ. അവളുടെ വഴക്കൊന്ന് മാറ്റിയതാ. അതല്ലേ ഞാൻ പറയണേ. എന്തെന്നാടാ നീ പറഞ്ഞ? ഞാൻ എന്തെന്നാ പെണ്ണിന്റെ അടുത്ത് പോയി അമ്മാവന്റെ കാല് പിടിക്കുക. എന്തിന്? വേണമെങ്കിൽ പൈസ തരാം. ഞാൻ ഒരു കുത്തങ്ങോട്ട് കുത്തുന്നതിന് പൈസ കൊണ്ട് തീർക്കാനുള്ള കാര്യങ്ങളാണ് അത്. ആണോ? എനിക്ക് പറ്റാണ്ടല്ലേ. വായടക്കി ഇരിക്കണം. കുരുത്തങ്കട്ട വർത്താനം പറയല്ലേ. ആ പെണ്ണിനോട് എന്തെന്നാ പറഞ്ഞ നീ? അന്ന് പിന്നെ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഒതുങ്ങിന്നാ ഞാൻ വിചാരിച്ചത്. അടുത്ത അതിലും വലിയ ബോംബായിട്ടാണല്ലോ വരണേ. അയ്യോ, ഞാനൊന്ന് 100 റുപ്യ തരാം. അമ്മാവൻ പറഞ്ഞു എന്താണ്ട് കട കുരുത്തങ്കട്ട. ഒന്ന് ആലോചിക്കട്ടെ. തൊട്ടനും പിടിച്ചതിന് കാശ് കാശ് എന്ന് പറഞ്ഞിട്ട് വരിക. അമ്മാവനെന്തോ കിട്ടിയിട്ടുണ്ടല്ലോ. പറയ്, എന്നോട് പറയ്. കുമാരി, ഞാൻ എന്താ കൊണ്ടുവന്നു നോക്കുവോ? ഒന്നും കാണണ്ട കുമാരി. ഇത് ഞാൻ കുമാരിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. ഒന്നും മിണ്ടാതിരിക്കോ? എന്റെ കുട്ടീനെ ഉണർത്തരുത്. ഞാൻ മെല്ലെ പറയണേ. കുമാരി ഇതൊന്ന് നോക്കൂ കുമാരി. എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ. റവ ലഡു. അത് കുമാരിക്ക് ഇഷ്ടല്ലേ? ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നത് കഴിച്ചില്ലല്ലോ. പിന്നെ എന്തിനാ എനിക്ക് ഉണ്ടാക്കി കൊണ്ടുവരുന്നത്? അത് അപ്പത്തെ ആ സന്ദർഭത്തില് ഞാൻ എന്തോ. ഒരു സന്ദർഭം എനിക്ക് കേക്കണ്ട കുമാരി. ആ കണക്കൊക്കെ മാറ്റണം കുമാരി. ഇത് കഴിക്കേ. ഞാൻ ഒന്ന് മിണ്ടാതെ പോകാമോ? നിങ്ങൾക്ക് തോന്നുമ്പോ സ്നേഹിക്കാനും തോന്നുമ്പോ ദേഷ്യപ്പെടാനുള്ളതല്ല ഞാൻ. മോനെ മിണ്ടാതിരിക്കാൻ. കുട്ടീനെ എങ്ങനെ ഉണർത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം അറിഞ്ഞാ പറഞ്ഞേക്കാം. അപ്പൊ ഇതൊന്ന് കഴിച്ചാലെന്താ? എനിക്ക് ഞാൻ സ്നേഹത്തോടെ തരണല്ലേ. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ? കുമാരി, ഞാൻ വേണമെങ്കിൽ കുമാരിയുടെ കാല് പിടിക്കാം. ഒന്നും വേണ്ട, ഒന്ന് പോ. മോനെ സുഷ്കാന്തേ, അമ്മയോട് ഒരു ലഡു എടുത്ത് കഴിക്കാൻ പറയടാ. ഇനി അത് ആരെങ്കിലും കഴിച്ചാൽ മതിയെങ്കിലേ നന്ദിനിക്ക് രമണിക്കും കൊണ്ട് കൊടുക്ക്. കാടിവെള്ളത്തിൽ കളിക്കാൻ മതി. എന്തിനാ അവരൊക്കെ ഇങ്ങോട്ട് വലിച്ചഴിക്കണേ? പാവല്ലേ മിണ്ടാപ്രാണികള്. അവരെ പറയുമ്പോ നിങ്ങൾക്ക് കൊള്ളു. എന്റെ അടുത്ത് എന്ത് വേണമെങ്കിൽ പറയാം. നീ ഇങ്ങനെ ഒച്ചവെക്കല്ലേ കുമാരി. ഒന്ന് ക്ഷമിക്ക്. ഞാനല്ലേ. എനിക്കൊന്നും കേക്കണ്ട. ഒന്ന് പോവാമോ നിങ്ങള്? വാവയ്ക്ക് ഒരു ചെറുതുണ്ട്. നിനക്ക് 7 വലുത്. ഇവിടെ ലഡു ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞോ?
കുമാരീച്ചി ഒന്ന് ക്ഷമിക്ക്, ചെറിയൊരു കാര്യല്ലേ, വിട്ടുകളയുന്നേ. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന്. ഒന്ന് പോകാമോ? അതെന്നോടാണോ അബുണ്ണേനോടാണോ? രണ്ടുപേരോടും കൂടിയാ പറഞ്ഞ ഒന്ന് പോകാമോ? ഷായന പുണ്യെ കണ്ടായിരുന്നു. അപ്പുണ്ണി ജമാല് പറഞ്ഞായിരുന്നു അപ്പുണ്ണി ലഡു ഉണ്ടാക്കിന്ന്. ആ കുമാരിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. ആ എനിക്കറിയാൻ തരുമോ? അതെ, കുമാരി കഴിച്ചിട്ട് പിണക്കം മാറ്റി കഴിഞ്ഞാൽ എല്ലാവർക്കും തരും. ഇത് എന്തുവാ ഇത്? ആ കുമാരി ലഡു ഉണ്ടാക്കിയപ്പോ അപ്പുണ്ണി പിണങ്ങി കഴിച്ചില്ല, എന്നിട്ട് ഇപ്പൊ അപ്പുണ്ണി ലഡു ഉണ്ടാക്കിയപ്പോ കുമാരി പിണങ്ങി കഴിക്കുന്നില്ല. ഇതിപ്പോ കഴിക്കാൻ തയ്യാറായിട്ട് ഞാനിവിടെ നിൽക്കുവോ? എനിക്ക് എന്തായാലും തരാത്തെ? കുമാരി ഒരു ലഡു വാങ്ങിച്ചോണ്ട് കഴിച്ചേ. എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞല്ലോ. കുമാരി ഇതെന്താ അപ്പുണ്ണേന്റെ ഇവിടെ കാവല് നിൽക്കുന്നേ? അതെ, കുമാരി വാതിൽ തുറന്നില്ല. ആ അതാണോ? അവരുറങ്ങി. ഉറങ്ങേ? ആ ഉറങ്ങി. അപ്പൊ ഞാനോ? ആ അപ്പുണ്ണേന്റെ എല്ലാം പായും തലയണയും ബെഡ്ഷീറ്റും ഒക്കെ വെച്ചിരിക്കുന്നത് പുറത്ത് കിടന്നോളാനാ കുമാരീച്ചി പറഞ്ഞേ. പുറത്തോ? ആ പുറത്ത്. ഇതിന് മാത്രം എന്ത് തെറ്റ് ഞാൻ ചെയ്തേ? അതെ, ഓരോ വഴക്കുണ്ടാക്കുമ്പോ ആലോചിക്കണായിരുന്നു. എന്തൊരു കഷ്ടം. കുമാരി അപ്പുണ്ണേട്ടാ, അതെ ഇപ്പൊ വിളിക്കാൻ പോയാ കുഞ്ഞുണരും. കുഞ്ഞുണർന്നാ പിന്നെ കരയും. അത് വേണോ? വേണ്ട. ആ വേണ്ടെങ്കിൽ ഇതെടുത്ത് അവിടെ പോയി കിടക്ക്. ഞാൻ കിടന്നോളാം, നീ പോക്കോ. ആ കിടന്നോ പോയിട്ട്. കഷ്ടം തന്നെ കേട്ടോ കുമാരി. കാണുന്നില്ലേ? ആ ഇവിടെയൊക്കെ തെരഞ്ഞു, എവിടെ ഇല്ല. ആ അവള് കുഞ്ഞിനെ അങ്ങോട്ട് കാണും. നീ നമുക്ക് സമാധാനം കൊടുക്കുകയല്ലോ. അപ്പച്ചി കാല് മാറരുത് കേട്ടോ. ഞാൻ എന്ത് കാട്ടിന്നായി പറയണേ? മോളെ ഷാഗനെ, മോളെ ആ കുമാരിയെ ഫോണൊന്നും ചെയ്തേ. അച്ഛൻ ഞാൻ കൊറേ വട്ടം വിളിച്ചു നോക്കി, എടുക്കുന്നില്ല. പിന്നെ എവിടെ പോയത്? എടാ ജമാലേ, നീ ആ കുളത്തിലോ കിണറ്റിലോ ഒക്കെ പോയി നോക്കി. അപ്പച്ചി പറഞ്ഞ ദേഷ്യം പിടിപ്പിക്കണ്ടോ? എടുത്ത് കുളത്തിലേക്ക് എറിഞ്ഞ. എടാ വേണ്ട, അതിനല്ലേ ഒപ്പിച്ച് വെച്ച സാധാരണ എന്നെ വെക്കിട്ട് കയറി കാണോ? ഞാൻ എന്ത് വേണ്ടതിനാ ഉണ്ടാക്കി വെച്ചേ? എടാ നീ ഒരു നിമിഷമെങ്കിലും സ്വസ്ഥത കൊടുത്തിട്ടുണ്ടോ? കേട്ടോ, എപ്പോഴും ആവശ്യമില്ല വഴക്കുണ്ടാക്കില്ലേ? അതെ, ഭാര്യ ഭർത്താക്കന്മാര് വഴക്കുണ്ടാക്കുന്നത് സ്വാഭാവിക. ആണോ? എന്നാ സ്വാഭാവികമാണെങ്കിലേ ഈ ഇറങ്ങി പോകും സ്വാഭാവിക. അനുഭവിച്ചോ? അപ്പച്ചി, ഭാര്യയും കുഞ്ഞും എങ്ങോട്ട് ഓടിപ്പോയതിന് വിഷമിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാത്. അയാളെടുത്ത് പിന്നെ തീ കൊരിട്ട് അയാളെങ്ങാൻ ആത്മഹത്യ ചെയ്താൽ അപ്പച്ചി കിടന്ന് കൊരയൂട്ടോ. ജമാലെ, അപ്പൊ നിങ്ങളെല്ലാരും കൂടി അവളും പോയി തന്നെയാണോ പറയണേ? കാണുന്നില്ലല്ലോ, അപ്പൊ പോയിട്ടുണ്ടാവും, ഉറപ്പല്ലേ? അപ്പുടേട്ടാ, സംയമനം പാലിക്കണം. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാലോ? അയ്യോ, പോലീസിലൊക്കെ അറിയിക്കണ അച്ഛാ. അപ്പുടി പോലീസിൽ അറിയിച്ച അവര് എങ്ങനെ കണ്ടുപിടിച്ച് തരും? അവിടെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ്. വിഷമം കൊണ്ടൊന്നല്ല അച്ഛാ, അവള് മനഃപൂർവ്വം പറഞ്ഞതാ എന്നെ കൊച്ചാക്കാൻ വേണ്ടിട്ട്. ഈ അപമാന സഹിച്ചിട്ട് ഞാൻ ഈ വീട്ടിൽ നിൽക്കൂല, ഞാൻ എങ്ങോട്ടെങ്കിലും പോവും. എന്താ ചിരിക്കണേ? ഞാൻ കാര്യമായിട്ട് പറഞ്ഞ, ഞാൻ നാട് വിടും. നീ എവിടെ പോരാ? ഞാൻ കാശിക്ക് പോവും. അതിന് കാശി എവിടാ അപ്പുണ്ണേനെ അറിയോ? കാശിയോ? ആ കാശി എവിടെയാ അച്ഛാ? കാശി രാമേശ്വരം. രാമേശ്വരത്ത്. രാമേശ്വരം എവിടെയാ അച്ഛാ? കയറി പോടാത്. അതെ, കിട്ടുന്ന ബസ്സിൽ ഞാൻ എവിടെയെങ്കിലും പോവും, ഉറപ്പാ. ഉറച്ച തീരുമാനാണോ? ആ ഉറച്ച തീരുമാനാ. എങ്കിൽ നീ നാട് വിട്ട് ഒരു സ്ഥലത്തേക്കും പോണ്ട, അപ്പച്ചിയുടെ കൂടെ പോരെ. അപ്പച്ചി നിന്നെ നോക്കിക്കോളാം. ആ അപ്പൊ എല്ലാരും കേട്ടോ, ഞാൻ അപ്പച്ചിയുടെ കൂടെ പോകാൻ പോവാ. പിന്നെ ഒരു കാര്യം, കൊച്ചിനെ പോക്കി പിടിച്ച് ഭർത്താവിനെ തിരക്കി എന്റെ വീട്ടിലേക്ക് ഒരുത്തിയും പോരരുത്. അത് ഉറക്കെ പറ. പിന്നെ ഒരു കാര്യം, കൊച്ചിനെ പോക്കി പിടിച്ച് ഭർത്താവിനെ തിരക്കി എന്റെ വീട്ടിലേക്ക് ഒരുത്തിയും പോരരുത്. കുടുംബക്കാരെ കയറി പോയാ ഉണ്ടാണോ അവളെ? ഭാര്യയുടെ മുമ്പിൽ നട്ടല് വിളച്ച് നിൽക്കുന്ന പോലെയല്ല അവനാണ്. ഞാൻ പോവാട്ടോ. അപ്പൊ ഈ പോവാൻ തന്നെ തീരുമാനിച്ചോ? പോണം ജമാലെ, പോകാണ്ട് പറ്റില്ല. ഒന്നുകൂടി ഒന്ന് ആലോചിച്ചൂടെ? ഒന്നും ആലോചിക്കില്ല. ഇവിടെ ആർക്കും എന്നെ വേണ്ട, പിന്നെ ഞാനെന്തിനാ ഇവിടെ നിൽക്കണേ? ഇവറ്റക്ക് തന്നെ വേണം, പക്ഷെ വേറെ ആർക്കും എന്നെ വേണ്ട. ഞാൻ പോവാ. ഇനി ജമാല് നോക്കൂട്ടോ. ജമാലെ, പൊന്നുപോലെ നോക്കണം കേട്ടോ അവരെ. അതൊക്കെ ഞാൻ എന്റെ മക്കളെ പോലെ നോക്കിക്കോളാം പുണ്ണി. എന്നാ പുണ്ണി പോയിക്കോ, ലേറ്റ് ആക്കണ്ട. പോയിക്കോളാനോ? അപ്പൊ നിനക്കും ഞാൻ പോണം തന്നെയാണ് അല്ലേ? അപ്പുണ്ണിയല്ലേ പറഞ്ഞ ഒരു മാറ്റവും ഇല്ലാന്ന്, ഒന്നുകൂടി ആലോചിക്കുന്നില്ലാന്ന്. അങ്ങനെയുള്ള മനുഷ്യരോട് ഞാൻ എന്ത് പറയാനാ? നല്ലൊരു മയത്തിലൊക്കെ പറഞ്ഞൂടാ എനിക്ക്. അപ്പൊ നമ്മള് പറഞ്ഞ കുറ്റം. പിന്നെ
പുലച്ചക്ക് 4 മണിക്ക് എഴുന്നേക്കണം കേട്ടോ. 4 മണിക്ക് എഴുന്നേറ്റ് തൊഴുത്ത് കഴുകണം, ഇവരെ കറക്കണം, പാല് സൊസൈറ്റിയിൽ കൊണ്ടു കൊടുക്കണം, പിന്നെ തിരിച്ചു വന്നിട്ട് അവർക്ക് പുല്ലും കാടിവെള്ളമൊക്കെ കൊടുക്കണം. അപ്പുണ്ണിന്റെ പരിചയത്തിലേ ഈ പശുവിനെ നോക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എന്തിനാണ്? അല്ലാണ്ട് ഇത്രയും പണി എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ? അതിന് ഞാനിവിടെ ഫാമൊന്നും നടത്തുന്നില്ല. 2 പശുക്കളുടെ കാര്യം പറഞ്ഞുള്ളൂ. ഇതൊക്കെ ഞാൻ ചെയ്യണത് അവിടെ. 2 ചെറിയ പശു നല്ലത്. എനിക്കൊരു മനസ്സമാനത്തിലൂടെ പോവാൻ നീ സമ്മതിക്കില്ലല്ലേ? കഷ്ടാണ്. എന്തെങ്കിലും ആവട്ടെ. ജമാലിനോ? പ്രോപ്പർട്ടീസ് ഒക്കെ എവിടെയല്ല അപ്പുണ്ണി? എന്താണ്? മറ്റേ കാടിവെള്ളം കലക്കുന്ന പാത്രം, കുളിപ്പിക്കാനുള്ള ഷാമ്പു, സോപ്പ്, ഇതൊക്കെ വെച്ച്. സോപ്പ് ഷാമ്പൂ ഒന്നും ഇല്ലട്ടോ. പിന്നെ അത് നല്ല വെള്ളം ഒഴിച്ചിട്ട് ചകിരി കൊണ്ട് ഇങ്ങനെ ഉരച്ച് കുളിപ്പിച്ചാൽ മതി. അത് ശരി. സോപ്പ് ഷാമ്പൂ കിട്ടിയാ കുളിപ്പിക്കണേ. പിന്നെ കാടിവെള്ളം കലക്കണ പാത്രമൊക്കെ ഷാനിന്റെ അടുത്ത് ചോദിച്ചാൽ ഷാൻ പറഞ്ഞു തരും. അതെ നന്ദിനി, നീ ജമാല് കുളിപ്പിക്കാനൊക്കെ മറന്നാലേ 2 ആ കുളത്തിൽ പോയിട്ട് കുളിച്ചിട്ട് പോരണ്ട കേട്ടോ. സ്വന്തമായിട്ട് ആരെയും വിഷമിപ്പിക്കണ്ട. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പുണ്ണിയെ വിളിച്ചാൽ മതി കേട്ടോ. ഓ, ഇവരെ ഫോണൊക്കെ ഉണ്ടോ? ഒന്നും മിണ്ടാടിക്കടാ. ചങ്കോട്ടി മനുഷ്യൻ നിൽക്കുമ്പോഴാ അവന്റെ. ഞാൻ പോവാ. അന്തിരി കിലോന് എത്രയാണോ? അപ്പച്ചി പോവാ. അപ്പൊ എല്ലാരോടും അപ്പുണ്ണി പോവാ. ഒന്നും കൂടി ആലോചിച്ചിട്ട് പോരടാ പുണ്യേ. ഇനി ആലോചിക്കാനൊന്നുമില്ല അമ്മവാ, എല്ലാം തീരുമാനിച്ചു ഉറപ്പിച്ചതാ. ഓ, തീരുമാനിച്ചുറപ്പിച്ചു വെച്ചെങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ നടക്കട്ടെ. മോനെ പുണ്ണി, അച്ഛൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് വരാൻ കേട്ടോടാ. എന്തിന്? അല്ല, നീ ഇനി ഇങ്ങോട്ട് വരുത്തതേ ഇല്ലല്ലോ. ഓ, അപ്പൊ ഞാനിനി ഇങ്ങോട്ട് വരണ്ടെന്നാണ് അച്ഛന്റെ ആഗ്രഹം അല്ലേ? അയ്യോ, ഇങ്ങനെ സങ്കടമുള്ളവർ എന്തിനാ പോവാൻ നിക്കണേ? എനിക്ക് പോയേ പറ്റൂ. ആ, എന്നാ ശരി, പോ. പിന്നെ എനിക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിച്ചോളാം. അല്ല, നിനക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചോ. അതെ, എനിക്ക് പ്രത്യേകിച്ച് അത്യാവശ്യങ്ങളൊന്നും ഉണ്ടാവില്ല. അമ്മാവന് അത്യാവശ്യം വന്നാൽ എന്നെ വിളിക്കാൻ വേണ്ട. എനിക്ക് എല്ലാത്തിനും അവിടെ അപ്പച്ചി ഉണ്ടാവും. ഓ, അപ്പൊ അപ്പച്ചിനെ കിട്ടിയോടെ ബാക്കി എല്ലാവരും അങ്ങോട്ട് ഉപേക്ഷിച്ചു. ആ, ഉപേക്ഷിക്കേണ്ടി വന്നു. എന്നാ പോക്കോ. ഭംഗിയേ, എനിക്കിപ്പോ ഒരു ഗമയാടാ. എന്തേ? ആരെങ്കിലും എന്നോട് ചോദിച്ചാലാ എന്റെ 3 മക്കളും പുറത്താന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ. 2 മക്കള് പുറത്താന്ന് പറഞ്ഞാൽ മതി. ഒരു മോനെ പുറത്താക്കിയെന്നും പറഞ്ഞു. അമ്മാവാ, അച്ഛാ, ഇതെന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഒരാൾ ചങ്ക് പൊട്ടി ഇറങ്ങാൻ നേരത്തെ എങ്ങനത്തെ വർത്താനൊക്കെ പറയാ? അപ്പൊ നിനക്ക് എങ്ങനെ ഇവിടുന്ന് ഇറങ്ങി പോകാൻ തോന്നണേ? എത്ര ആൾക്കാർ ഇവിടെ ചങ്ക് പൊട്ടി നിൽക്കുമ്പോ? അതാ അവിടെ പോയി ചോദിക്കും. ആ, അപ്പുണ്ണിയെ പൈസ വല്ലതും വേണോ? പൈസേന്റെ ആവശ്യമൊന്നും എനിക്കില്ല. ഞാനേ അധ്വാനിച്ച് ജീവിക്കണ ആളാ. ഞാൻ അങ്ങനെ ജീവിച്ചോളൂ. ഞങ്ങളെ എന്റെ മോനെ പൊന്നുപോലെ നോക്കിക്കൊണ്ട്. അയ്യോ, ഉപദേശത്തിന് നന്ദി. നിങ്ങൾ നോക്കിയാലും ഭംഗിയാടി എന്റെ മോനെ നോക്കും. അതെനിക്കറിയാമല്ലോ മങ്ങളെ. അത് ശരിയാടാ പുണ്ണി. അപ്പച്ചി നിന്നെ ഭംഗിയായിട്ട് നോക്കും. വയറ് നിറയെ ചോറും തരും. ഒറ്റ ഡയലോഗിലെല്ലാം ദഹിപ്പിക്കുകയും ചെയ്യും. എടാ ഭംഗി, നിന്നോട് ഞാൻ പല പ്രാവശ്യമായിട്ട് പറയുന്നു ഞങ്ങളുടെ കുടുംബ പ്രശ്നത്തിൽ ഇടപെടരുതെന്ന് കേട്ടോ. അടുത്ത ആഴ്ച ഞങ്ങളെല്ലാരും കൂടി ഒന്ന് അങ്ങോട്ട് വരുന്നുണ്ട്. എന്തിന്? അവനെ ഒന്ന് കാണാൻ. അയ്യോ, അതിന് അവനെ പ്രസവ. ചേച്ചി, അപ്പുണ്ണേട്ടൻ പോയി. പോട്ടെ ചേച്ചി, ഞാൻ തമാശ പറയുന്നല്ല. അപ്പുണ്ണിയുടെ ശരിക്കും പോയി. അപ്പച്ചിയുടെ കൂടെ പോയത്. ഇനി വരില്ലെന്നാ പറഞ്ഞേ. അപ്പുണ്ണിയുടെ പോയിന്ന്. അതെങ്ങനെ ശരിയാവും? അപ്പൊ ഞാനും മോനോ? അത് അന്നേരം ഓർത്തില്ലല്ലോ. അപ്പുണ്ണിയുടെ എത്ര വട്ടം ഈ വാതിക്കൽ വന്ന് ചേച്ചിയോട് സംസാരിക്കാൻ ശ്രമിച്ചാ? എന്നിട്ട് ചേച്ചി സംസാരിച്ചോ? അതുകൊണ്ടല്ലേ അപ്പുണ്ണിയുടെ ഇപ്പൊ പോയത്. എന്ന് പറഞ്ഞാൽ അങ്ങനെ പോവാൻ പറ്റുമോ? ചേച്ചി, ഇനിയിപ്പൊ ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമില്ല. അപ്പുണ്ണിയെണ്ണേ അപ്പച്ചിയുടെ കൂടെ പോയത്. അപ്പുണ്ണിയേട്ടൻ തിരിച്ചു വരണമെന്ന് വിചാരിച്ചാൽ അപ്പച്ചി വിടൂല. അങ്ങനെ പറ്റില്ലല്ലോ. എന്റെ ചേച്ചി, അച്ഛൻ വരെ എത്ര വട്ടം ചേച്ചിയോട് പറഞ്ഞതാ. ഞാൻ എത്ര വട്ടം പറഞ്ഞ ഒന്ന് അപ്പുണ്ണിയോട് സംസാരിക്കാൻ? സംസാരിച്ചോ? ഒന്നും ചെയ്തില്ലല്ലോ. ഇവിടെ തന്നെ ഇരുന്നല്ലേ ഉള്ളൂ. എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ കരഞ്ഞിട്ട് എന്തിനാ? ഇനിയിപ്പൊ എന്താ ചെയ്യാ? എനിക്കാണ് അറിയാവുന്നേ. അപ്പുണ്ണിയേട്ടൻ എന്തായാലും പോയി. ചേച്ചിയുടെ പ്ലാൻ എന്താ ഇനി? ചേച്ചി, ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമില്ല. അപ്പുണ്ണിയുടെ മതില് ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോ. ചേച്ചിയെ, ആദ്യം ഒരു കാര്യം ചെയ്യ്. അച്ഛനില്ലാതെ കുഞ്ഞിനെ എങ്ങനെ വളർത്താന്നുള്ള കാര്യം ആലോചിക്കാം. എന്നിട്ട് പോകുന്നതിനെ പറ്റി ആലോചിക്കാം കേട്ടോ. ഇവിടെ ഇരുന്ന് കരഞ്ഞോ? അങ്ങനെ എങ്ങനെ പോവാൻ പറ്റണ? പോയില്ലേ? അപ്പുണ്ണിയോട് ചോദിച്ച പോയില്ലേന്ന്. അതിന് അപ്പുണ്ണിയേട്ടനല്ലല്ലോ, നിങ്ങളല്ലേ. അല്ല, അപ്പുണ്ണിയേട്ടനാ. എനിക്ക് നിന്നെയും കൊച്ചിനെ നിട്ടേച്ച് പോകാൻ പറ്റില്ല.
പിന്നെ എന്തിനാ പോകുന്ന പറഞ്ഞു പോയത്? എന്നോട് വഴക്കിട്ടിട്ട്. അതെന്നെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞിട്ടല്ലേ? അതിന് ഞാൻ മാപ്പം പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞ കഴിയോ? ഇഷ്ടമല്ലാന്നൊക്കെ പറയാമോ? നീ പോവോ? ഇനി നീ എന്നോട് വഴക്കിടുവോ? ആ വഴക്കിടൂ. പോവോ? ഞാൻ പോവില്ല. എനിക്ക് വഴക്കൊന്നുമില്ല. എന്നോട് കൂട്ടുകൂടുവോ? എനിക്ക് വഴക്കില്ലല്ലോ. അപ്പൊ എന്നോട് കൂട്ടുകൂടൂലേ? എനിക്കെന്റെ സുഷ്കാന്തിനൊന്നും എടുക്കാൻ പറ്റുമോ? ആ പേര് വിളിക്കണ്ട. ആ ഉണ്ണിക്കണ്ണനെ എടുത്തോട്ടെ. ആ പുണ്യേട്ടന്റെ മോനെ എടുക്കാൻ എന്തിനാ എന്നോട് ചോദിക്കണേ? കണക്കൊക്കെ മാറിയില്ലേ? ഇപ്പൊ എന്നോട് ഇഷ്ടല്ലേ? ആ, എത്ര ഇഷ്ടണ്ട്? കൊറേ ഉണ്ട്. കൊറേന്ന് വെച്ചാ? കൊറേന്ന് വെച്ചാ ആകാശത്തിന്റെ അത്രയുണ്ട്. ശരിക്കും അമ്മയെക്കാട്ടിലും ഇഷ്ട? Long time ago, in a small country village in Japan, there lived a poor farmer and his wife, who were very പഠിക്കുന്നവരെ ശല്യപ്പെടുത്തരുന്ന് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പോയിട്ട് വരാവാ. found it very hard. മോനെ രൺവീറെ, മനോഹരേട്ടൻ അറിയാ? അച്ഛനില്ലേ മോനെ? അച്ഛനുണ്ട്. ആ, ഒന്ന് വിളിച്ചേ. അച്ഛാ, അച്ഛനെ കുറച്ചുപേര് കാണാൻ വന്നിരിക്കണേ. മനോഹരേട്ടൻ വന്നിനീന്ന് പറഞ്ഞാൽ വേഗം വരും. മനോഹരേട്ടൻ കാണാൻ വന്നിരിക്കണേ. ആ, നമ്മുടെ നാട്ടിലൊരു ചെക്കനാണെങ്കിൽ ഇതാ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞ അപ്പ പുസ്തകം ചാടിയിട്ട് ഒറ്റ പോക്ക് പിന്നെ അവൻ വരുവാ. നോക്ക്, വീണ്ടും പഠിക്കും. ഒറ്റക്കൻ മനോഹരൻ. ഓ കണ്ട പ്രൗഢി പട്ടാളം ചേട്ടന. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓസ്ട്രേലിയ ഒരു വെള്ളപ്പൊക്കം, ഉഗാണ്ട ഒരു മലയടിച്ചില്, അത്രമാത്രം. ഈ ഉഗാണ്ടേന്ന് വെള്ളപ്പൊക്കത്തിന് വിളിച്ചു വന്ന ആൾക്കാരാണോ ഇവരൊക്കെ? അല്ല, ഇത് നമ്മുടെ അമ്പിളി മുതലാളിന്റെ ഭാര്യ ഷാഹിന. നമസ്കാരം. ഇത് മാമ ജമാലി. നമസ്കാരം. 2, 3 ഞാൻ മനോഹരൻ. അറിയാലോ. അതെ, അമ്പിളി മുതലാളി ഗൾഫിൽ പോയല്ലോ. അപ്പൊ കേബിളിന്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്നത് ഇപ്പൊ ഷാഹിന മുതലാളിയാണ്. ഗുഡ്, വെരി ഗുഡ്, ഗുഡ് ഗേൾ. Thank you. സ്ത്രീകൾ എപ്പോഴും അങ്ങനെ വേണം. ഈ പിന്നാമ്പുറം നിൽക്കേണ്ട ആളുകളല്ല, അവര് മുന്നോട്ട് വന്ന് ഉയരങ്ങൾ താണ്ടി കീഴടക്കണം. അപ്പൊ ഓൾ ദ ബെസ്റ്റ് മോളെ. താങ്ക് യു. പൈസ കിട്ടും ഉറപ്പായി. അതെ, എന്താണ് എല്ലാവരും കൂടിയുള്ള ഈ വരവിന്റെ ഉദ്ദേശം? അതെ, പട്ടാളം ചേട്ടന്റെ അടുത്ത് കേബിളിന്റെ പൈസ കിട്ടാനുണ്ടല്ലോ, അത് വാങ്ങിക്കാൻ വന്നതാണ്. ഞാൻ ഉത്തരം പറഞ്ഞാൽ മതിയോ? ഹോട്ട് സീറ്റിലിരിക്കുന്നത് ഷാഹിനയല്ലേ? ഷാഹിന തന്നെ ഉത്തരം പറയണം. പറമോളെ. പറയൂ. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ലൈഫ് ലൈൻ ഉപയോഗിക്കാവോ? എന്തിന്? ആരോടെയും ചോദിക്കാവോന്ന്? ഇവിടെ ഒരു ലൈനും നടക്കൂല, ഒരാളോടും ചോദിക്കാനും പറ്റില്ല. നിങ്ങൾ തന്നെ ഉത്തരം പറയണം. അണ്ടർസ്റ്റാൻഡ്? പറയൂ. ജൽദി ജൽദി. എനിക്ക് അറിഞ്ഞൂടാ. പാസ്. അറിഞ്ഞൂടെ? പാസോ? ഓ, നിങ്ങൾ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? ഒരു നിസ്സാര ചോദ്യം ചോദിച്ചിട്ട് അതിന് ഉത്തരം തരാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് വയ്യ. എനിക്ക് ഉത്തരം അറിയായിരുന്നു, പക്ഷെ പെട്ടെന്ന് ചോദിച്ചപ്പോ മറന്നുപോയി. മറന്നുപോയോ? ഇത്ര ചെറുപ്രായത്തിൽ നിങ്ങൾക്ക് മറവി രോഗം ബാധിച്ചോ? ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയുടെ പേരറിയില്ല. നിങ്ങളുടെ ബാപ്പയുടെ പേരെന്താ? മജീദ്. മജീദ്, അത് നല്ല ഓർമ്മയുണ്ട്. രാഷ്ട്രപതിയുടെ പേരറിയില്ല. പോയി ചത്തുകൂടെ? അയ്യോ, എന്ത് കാര്യമുണ്ട്? അതെ, മനോഹര, എന്താ മനോഹര? പറഞ്ഞ കാര്യമില്ല പട്ടാളെ. മനോഹരൻ അറിയാമോ? മനോഹരൻ പറഞ്ഞു കൊടുത്തേ. പറയൂ. അതറിയെങ്കിൽ ഞാൻ പണ്ടേ പൈസ മേടിച്ച് പോകുമായിരുന്നില്ലേ പട്ടാള. തലക്ക് വെളിവുള്ള ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? ഞാനുണ്ട്. ഞാൻ പറയാം. പറ. ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു അല്ല. പിന്നെ ജവഹർലാൽ നെഹ്റു ആരാ? ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആണ്. പ്രധാനമന്ത്രി.
അതല്ലേ ചോദിച്ചേ. അച്ഛൻ ചോദിച്ചതല്ല. പിന്നെ? ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? അതെ, അതാരാ? പറഞ്ഞു കൊടുക്കട്ടെ അച്ഛാ. പറഞ്ഞു കൊടുവാനെ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ശരിയല്ലേ അച്ഛാ? കൈയടിക്കട പുതുസ്. ഒരു നിസാര ചോദ്യം ചോദിച്ചിട്ട് അതിന്റെ ഉത്തരം പറയാതെ ഇരിക്കണ മൂന്നെണ്ണം കൂടി എന്നിട്ട് പീപ്പിക്കാൻ ഇറങ്ങിയേക്കണം. അടുത്ത ചോദ്യം ചോദിക്കച്ചാ. പിന്നല്ലാതെ. അതെ പട്ടാളക്ക, ഷാഹിന നല്ല ബുദ്ധിയൊക്കെ ഉള്ള കൊച്ചന്നെയാണ്. അത് തെളിയിച്ചോണ്ടിരിക്കുകയാണല്ലോ. അതെ, എന്നാലും കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. സിമ്പിൾ ആവല്ലേ? ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 2. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏത്? സിമ്പിൾ. പറഞ്ഞു ഷാഹിന. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം പറയൂ. സാറേ എനിക്ക് അറിഞ്ഞൂടാ. ഇത് അറിഞ്ഞൂടെ? അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞാൽ മതിയോ? മതിയോ? ആരെങ്കിലും ഒരാൾ പറ. തിരുവനന്തപുരം. തിരുവനന്തപുരം? അയ്യോ സോറി, ട്രിവാൻഡ്രം. ഇവര് നമ്മളെ ചിരിപ്പിച്ചു കൊല്ലോല്ലോ അച്ഛാ. ആ, അച്ഛന്റെ തോക്കെടുത്തു പറ. അത് വേണോ അച്ഛാ? വേണ്ടി വരും. ഈ 3 എണ്ണത്തിനെ വെടിവെച്ച് കൊന്നില്ലെങ്കിലില്ല. ശരി. നോക്കി ചൂട്. ഇവിടെ ഒരു വലിയ തുണി ഉണ്ടായിരുന്നല്ലോ പുണ്യേട്ടാ, ഇവിടെ കാണില്ലല്ലോ. ഒരു സാധനം കാണില്ല ഈ വീട്ടില്. അതേ, നന്നായിട്ട് ചൂടാക്കണം കേട്ടോ. എനിക്കറിയാം പുണ്യേട്ടാ, ഞാൻ ആറ്റിട്ടല്ലേ കൊടുക്കുള്ളൂ. അതല്ല, ഈ കുട്ടികളുടെ നാവേ പൂവിന്റെ ഇതള് പോലെയാണ്, ഭയങ്കര സോഫ്റ്റാ. അപ്പൊ അവർക്ക് പൊള്ളാൻ പാടില്ല. അതാ പിന്നെ അത് പറഞ്ഞോണ്ടിരിക്കണ എന്തിനാ? ഞാൻ അവന്റെ അമ്മയല്ലേ, എനിക്കറിയാം. ഞാൻ അച്ഛനല്ലേ, അതുകൊണ്ട് എനിക്ക് പറഞ്ഞൂടെ? പറഞ്ഞോ. പറമ്പിലൊരു പണിയില്ലേ? ഇന്ന് നീ കുട്ടിക്ക് പാല് കൊടുത്തിട്ടേ പണിക്കൊക്കെ പോണുള്ളൂ. ആ, നന്നായി. എന്ത്? അവിടെ പോയി എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അതിന് പൊക്കും. ഞാൻ പോവില്ല. എനിക്കറിയാം പാല് കൊടുക്കാൻ. ഞാനും വരും, നമുക്ക് ഒരുമിച്ച് കൊടുക്കാം. എന്തിനാ? എങ്ങനെ? അതായത് ഉത്തരം ശരിയാക്കിയാല് ഒരു ചോദ്യത്തിന് ഞാൻ 250 രൂപ വെച്ച് ചേച്ചിക്ക് തരുന്നു. അങ്ങനെ എത്ര ചോദ്യമുണ്ട്? അങ്ങനെ 5 ചോദ്യമുണ്ട്. 5 ചോദ്യം. 250. 1250 രൂപ. അതെ, അതൊന്നും വേണ്ടട്ടോ. അങ്ങനെ ചോദ്യം ചോദിച്ച് ഉത്തരം പറഞ്ഞ് കാശ് ഇട്ടിട്ട് ഇവിടെ പിണ്ണാക്ക് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പുണ്യേട്ട പൈസയാണോ? ഇവക്കൊരു ആവശ്യം വരുമ്പോ നമ്മളല്ലേ സഹായിക്കണ്ടേ? ഞാൻ സഹായിക്കാടി. അപ്പൊ വാവനാരും വാവെ കുറച്ചു നേരം അപ്പുണ്ണിയെ നോക്കാലോ. അപ്പൊ അങ്ങനെയായോ? പിന്നെന്താ? അപ്പൊ ചേച്ചി എന്നോട് വരുമോ? പിന്നെ ഞാൻ വരും. എന്നാ പിന്നെ നമുക്ക് ഇപ്പൊ തന്നെ പോയേക്കാം. ഇപ്പൊ പറ്റില്ല, ടച്ച് വിട്ടിരിക്കല്ലേ. എനിക്ക് പുസ്തകമൊക്കെ ഒന്ന് റെഫർ ചെയ്യണം. എന്റെ ചേച്ചി, IAS പരീക്ഷ തയ്യാറെടുപ്പ് നടത്തണ്ടെന്ന് 5 ചോദ്യമേ ഉള്ളൂ. 5 ചോദ്യമല്ലേ, എത്ര ചോദ്യമായാലും എനിക്കൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോവാൻ. വെറുതെ അല്ലെങ്കിൽ ഉത്തരം തെറ്റി പോയാൽ പൈസ പോവില്ലേ. പൈസയുടെ അല്ല, ഇവള് നാണം കേട്ടില്ലേ? അതാ. അപ്പണേട്ടാ, ഈ പാല് നാറ്റി ഭാവിക്ക് കൊടുക്കണേ. ഞാനാ? ആ, ഞാൻ പോയിട്ടേ ആ പുസ്തകമൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്ന് റെഫർ ചെയ്യട്ടെ. ഞാൻ വരാട്ടോ. അഭിനേട്ടാ, അഭിനേട്ട എന്താ പറഞ്ഞേ? പിണ്ണാക്ക്. ഉത്തരം പറഞ്ഞിട്ടുള്ള പൈസ കൊണ്ട് പിണ്ണാക്ക് മേടിക്കണ്ടാകും. എന്നാലേ കുമാരിയേച്ചി ആ പൈസ കൊണ്ട് പിണ്ണാക്ക് മേടിക്കും കേട്ടാ. ഒന്നുമില്ല. അതെ, നിങ്ങൾ പഠിക്കണ്ടേ പെട്ടെന്ന് പഠിച്ചോ. വാവ എണീറ്റ് കഴിഞ്ഞാൽ കുമാരി കിട്ടില്ല കേട്ടോ. അത് ശരിയാ. ചേച്ചി എന്നാ പഠിച്ചോ? അതിനു മുമ്പ് നിങ്ങളോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. അതെ, രമണിക്ക് പുല്ല് കൊടുത്തിട്ടുണ്ടോ? ഇല്ല, മറന്നുപോയി. ഞാൻ പോയി. വേണ്ട 2 അവിടെ ഇരുന്നാ മതി. എളുപ്പമുള്ള ചോദ്യമാണ്, ഉത്തരം പറയണം. അതെ, ഞാൻ ഈ ക്ലാസ്സിലൊന്നുള്ള ആളല്ല കേട്ടോ. പക്ഷെ ഇത് അപ്പുണ്ണേന്ന് അറിയാൻ പറ്റും, അതല്ലേ ഞാൻ ചോദിക്കാൻ പോണേ. എന്നാ ചോദിക്കും. നമ്മുടെ കൃഷി മന്ത്രി ആരാണ്? ഇതിന്റെ ഉത്തരേ അപ്പുണ്ണേട്ടൻ പറയണം. അപ്പുണ്ണേട്ടനല്ലേ വലിയ കൃഷിക്കാരൻ. കൃഷിക്കാരനാന്ന് ചോദിച്ചിട്ട് കൃഷി മന്ത്രിനെ അറിയണമെന്നൊന്നുമില്ല. നന്നായിട്ട് കൃഷി ചെയ്താൽ മതി. അങ്ങനെയൊന്നും അല്ല, കൃഷിയായിട്ട് ബന്ധപ്പെട്ടിരിക്കണല്ലേ, അപ്പൊ അറിയണം. എനിക്കറിയില്ല. രമേശ് ചെന്നിത്തല. ഇവൻ ചോദിച്ചതാണോ? അല്ല. അല്ലേ? അല്ല. അപ്പൊ കേരളത്തിലെ കൃഷിമന്ത്രി ആരാ? കേരളത്തിലെ കൃഷിമന്ത്രി P. പ്രസാദ്. P. പ്രസാദ് സാറിനെ എനിക്കറിയാം. നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയം? സൊസൈറ്റിന്ന്. ആള് സൊസൈറ്റിയിൽ വരാറുണ്ടോ? അല്ല,
സൊസൈറ്റിയിൽ ഈ മന്ത്രിയുടെ ചിത്രം ഉണ്ട്, പോസ്റ്റർ എന്തോ ഉദ്ഘാടനം ചെയ്യാൻ വരണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എന്താ ഉത്തരം പറയാത്തെ? എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നില്ല. നന്നായി. ഞാൻ പഠിക്കട്ടെ. അതേം പഠിച്ചോ. നീ ശല്യപ്പെടുത്തരുത് കേട്ടോ കുമാരിനെ. ആ ചേച്ചി ഇനി ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ? ഷായന, നിന്നോട് ഞാൻ പറഞ്ഞില്ല കുമാരിനെ ശല്യം ചെയ്യണ്ടെന്ന്. നീ മോനെ എന്നിട്ട് അവിടെ ഒരു പഠിത്തം നടക്കൂല കേട്ടോ. 3 പേരോട് ഞാൻ പറയാണ്, ഇനി ആരും ഇവിടെ മിണ്ടരുത്. ഞാൻ സീരിയസ് ആയിട്ട് പഠിക്കാൻ പോവാ. ഇതിപ്പോ PSC പരീക്ഷയ്ക്ക് പോണേക്കാട്ടിൽ ടെൻഷനാ എനിക്ക്. അവിടെ ചെല്ലുമ്പോ അയാൾ ഇനി എന്തൊക്കെയാ ചോദിക്കാതെ ആർക്കറിയാ? എല്ലാം ഒന്ന് കവർ ചെയ്യണ്ടേ? പ്ലൂട്ടോ ഇപ്പൊ ഗ്രഹമല്ല, അത് പണ്ട്. ഇപ്പൊ ബുധനാ ഏറ്റവും ചെറുത്. നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം. അതായത് എനിക്ക് എന്നോടും പറയാനുള്ളത്. സാർ അടുത്ത ചോദ്യം ചോദിച്ചോ. ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ചൈനയിലെ വൻമതിൽ നിർമ്മിച്ച ഭരണാധികാരിയുടെ പേരെന്ത്? പട്ടാളം ചേട്ടനും ഇന്ത്യൻ പട്ടാളക്കാരനാണല്ലോ. പുറം രാജ്യത്തെ ചോദ്യം നമുക്ക് ഒഴിവാക്കിയാലോ? ചോദ്യം ഒഴിവാക്കാൻ പറ്റില്ല. ഉത്തരം ഒഴിവാക്കാൻ പറ്റുമോ? പറ്റൂല. ഒന്നും മിണ്ടാതിരിടോ. ചോദ്യം ഒരിക്കൽ കൂടി. ചൈനയിലെ വൻമതിൽ നിർമ്മിച്ച ഭരണാധികാരിയുടെ പേര്? ചേച്ചി പറ, ചേച്ചിക്ക് അറിയില്ലേ? എനിക്കറിയാം, പക്ഷെ ഓർമ്മ കിട്ടല്ലോ. ആവശ്യമുള്ള ഓർമ്മ കിട്ടില്ല. ഇവിടെ വന്ന് നിൽക്കണ്ട്, കിട്ടണില്ല. അതെ, സംഭവം ചൈനയല്ലേ. ഉത്തരം കിട്ടുന്നില്ലേ? ഒരു കുഴപ്പമില്ല. ചൈനയിലത്തെ ആൾക്കാരുടെ പേരല്ലേ. എന്ത് പേര് പറയുമ്പോ മൂക്ക് പിടിച്ച് പറഞ്ഞാൽ മതി. ഉദാഹരണം ഒരു പേര് ഞാൻ ഓർക്കട്ടെ. പറയൂ, ഉത്തരം പറയൂ. സാർ ഒരു മിനിറ്റ്. 1 മിനിറ്റ് ഒന്നുമില്ല, 20 വരെ എണ്ണും. അതിനുള്ളിൽ ഉത്തരം പറഞ്ഞിരിക്കണം. മോനെ, കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്. Tick tick 1, tick tick 2, tick tick 3, tick tick 4, tick tick 5, tick tick 6, tick tick 7, കിട്ടിയോ? tick tick 8, tick tick 9, tick tick 10. എനിക്കറിയോ, ചിൻഷിയാൻ. ശരിയല്ലേ? ഉത്തരം ശരിയാണ്. 19 പറയാൻ വിചാരിച്ചു. അപ്പൊ സാറേ കാശ് ശരിയല്ലേ? പിന്നെന്തേ, ക്യാഷ് ഒക്കെ അപ്പോഴേ റെഡി. അപ്പൊ ഇതാ ജയിച്ച ആൾക്ക് ക്യാഷ്. ഇക്ക റെസീറ്റ് നാളെ തരേ. കുറച്ച് കണക്കൊന്ന് കൂട്ടിയെ കണ്ടത്. തിരക്കില്ല. അപ്പൊ സാറേ അടുത്ത മാസം തൊട്ട് കാശ് ചോദിക്കാൻ ചേച്ചിയാണ് വരുന്നത്. ചോദ്യം ചോദിച്ച് ഉത്തരം പറഞ്ഞിട്ട് കാശ് കൊടുത്താൽ മതി. ആ പിന്നെ കുറച്ചും കൂടി ടഫ് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി വെക്കണേ. സാർ എന്റെ ബുക്ക്. ഓ മോനെ ബുക്ക് പഠിക്കാൻ. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരിയെന്നോ? പോട്ടെ. ഷാഹിന ഒരു മിനിറ്റ്. നിങ്ങൾ നടന്നോ? ഞാൻ ഒരു കാര്യം പറയാനുണ്ട്. ഒരു ഇഡ്ഡലി കൊണ്ടാ. ഒരു ഇഡ്ഡലി കൊണ്ടാ. അത് ആദ്യം കഴിച്ചു തീർക്ക്. അല്ല, ഒന്നുകൂടി കൊണ്ടാ. ആ പ്ലേറ്റ് വെച്ചാലേ സമാധാനം. ജമാലെ, ആ പാത്രത്തിലുള്ള ഇഡ്ഡലി മുഴുവൻ കഴിച്ചു തീർത്തിട്ടേ ഇവിടുന്ന് ഇറങ്ങുള്ളൂ. ഇങ്ങോട്ട് നോക്കിയേ, നമുക്ക് ആ ശിവാന്തേട്ടന്റെ വീട്ടിൽ പോയിട്ടേ വളം എടുക്കണ്ടാണ് കേട്ടോ. ഞാൻ എന്താണ് കുപ്പിന്ന് വന്ന പൂതാ പുണ്യെ? രാവിലെ തൊട്ട് തുടങ്ങിയ പണിയാ. ഈ ഭക്ഷണം കഴിക്കണ്ടോട്ടാ പണി എടുക്കുന്ന തന്നെ. ഇതിട്ട് വല്ലാത്ത പണി. ഒരു വിശ്രമമൊക്കെ വേണ്ടേ? അതെ, അധ്വാനിക്കുന്നവർക്ക് വിശ്രമം വേണ്ടാന്നാ. അറിയോ? ആരാ പറഞ്ഞ അങ്ങനെ? ആരും പറയണ്ട, അതൊക്കെ ഓർത്താ മതി. നന്നായിട്ട് അധ്വാനിക്കുന്നവർക്ക് എന്തിനാ വിശ്രമം? പണി എടുക്കുന്നവരല്ലോ വിശ്രമിക്കേണ്ടത്. പണി എടുക്കാത്തവരാണ് വിശ്രമിക്കേണ്ടത്. എന്ത് പറയണേ? പണി എടുക്കുന്നവരാണ് വിശ്രമിക്കേണ്ടത്. ഇങ്ങനെ പങ്കിമാവനോട് എന്ത് പണിയെടുത്തിട്ടാ വിശ്രമിക്കണേ? അത് മടി കൊണ്ട്. അതുപോലെ ഞാൻ വെറുതെ ഒരു പൊട്ടത്തിന് പറഞ്ഞോണ്ടിരിക്കുക. ഞാനൊരു തമാശ പറഞ്ഞാണ്. തമാശ കേട്ട് കൊണ്ടേ കുടിക്കും. അല്ല മോനെ എണീക്കും അപ്പൊ? പിന്നെ അപ്പുണ്ണിന്റെ ഈ തമാശ കേട്ടിട്ട് ചിരിച്ചിരിച്ച് അവൻ എണീക്കും. എന്തേ ഷൈന മുതലാളി ഇന്ന് നേരത്തെ ആണല്ലോ? ചേച്ചി ഇന്നലെ കുറച്ച് കണക്ക് നോക്കാനുണ്ടായിരുന്നു, അപ്പൊ കിടക്കാൻ ലേറ്റ് ആയിപ്പോയി. ഓ, അപ്പൊ എണീക്കാനും വൈകിപ്പോയി അല്ലേ? ഇരിക്കി വാ, കഴിക്കും ഇഡലി. എനിക്കിപ്പോ കഴിക്കാൻ വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. എന്താടി? അതെ, ഞാനൊരു സംശയം ചോദിക്കട്ടെ ചേച്ചി? ഈ IAS എഴുതാനേ എന്താ വേണ്ടേ?